ഹലോ കൂട്ടുകാരെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോർഷൻ പഠിക്കാം. സംഗീതം. സംഗീതം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ലേ? നമുക്കിന്ന് സംഗീതത്തെ കുറിച്ച് പഠിക്കാം. ഭാരതീയ സംഗീതത്തെ വിഭജിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? കർണാടക സംഗീതമെന്നും ഹിന്ദുസ്ഥാനി സംഗീതമെന്നും. കർണാടക സംഗീതത്തിന് ബലിഷ്ഠമായ അടിത്തറ പാകിയത് പുരന്ദരദാസൻ. സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഇടയ്ക്കയും കൈമണിയും. അപാരമായ സംഗീതശാസ്ത്രത്തിന്റെ പ്രത്യേക വശങ്ങളെപ്പറ്റി സ്വാതി തിരുനാൾ മലയാളത്തിൽ രചിച്ച ശാസ്ത്രഗ്രന്ഥമാണ് മുഖന പ്രാസാന്ത്യ പ്രാസവ്യവസ്ഥ. സംഗീതത്തിന് വേണ്ടി മലയാളത്തിൽ സ്വാതി തിരുനാൾ രചിച്ച പ്രബന്ധമാണ് ഉത്സവ പ്രബന്ധം. സ്വാതി തിരുനാളിന്റെ ഗുരുനാഥനായ സുബ്ബറാവു സ്വാതി തിരുനാളിനെ പഠിപ്പിച്ച പ്രത്യേക സംഗീതോപകരണം സ്വരജിത്. സ്വാതി തിരുനാളിന്റെ ഉത്സവ പ്രബന്ധത്തിന്റെ പ്രമേയം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 10 ദിവസത്തെ ഉത്സവത്തിന്റെ വിവരണം. കർണാടക സംഗീതത്തിലെ പ്രധാന രൂപങ്ങളായ വർണ്ണം, കീർത്തനം, പദം എന്നീ 3 വിഭാഗത്തിലും പെട്ട മലയാള ഗാനങ്ങൾ രചിച്ചിട്ടുള്ള ഒരേ ഒരാൾ ഇരയിമ്മൻ തമ്പി. ഓമനത്തിങ്കൾ കിടാവു നല്ല കോമള താമര പൂവ് എന്ന താരാട്ടുപാട്ടും കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്ന കീർത്തനം രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. പഞ്ചവാദ്യത്തിലെ ഉപകരണങ്ങൾ തിമില, ഇടയ്ക്ക, ശുദ്ധമണ്ഡലം, കൊമ്പ്, ശംഖ്. ഇരയിമ്മൻ തമ്പിയുടെ സംഗീതജ്ഞയായ പുത്രി കുട്ടിക്കുഞ്ഞു തങ്കച്ചി. കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ സരസ ഗായക കവിമണി എന്ന ബിരുദം നൽകിയത് KC കേശവപിള്ളയ്ക്കാണ്. കേരള സംഗീതത്തിന്റെ അഗസ്ത്യൻ യുഗമെന്ന് ആരുടെ ഭരണകാലത്താണ് വിശേഷിപ്പിച്ചിരുന്നത്? സ്വാതി തിരുനാളിന്റെ സദസ്യരായിരുന്ന സംഗീതജ്ഞർ ആരല്ല? ലാഹോറിലെ ഇമാം ഫക്കീർ, തിരുച്ചിറപ്പള്ളിയിലെ പീർ മുഹമ്മദ്, ഔദിലെ ഹരിദാസ് ഗോസായി, തഞ്ചാവൂർ നാൽവർ, വടിവേലു, ശിവാനന്ദ, ചിന്നയ്യ, പൊന്നയ്യ. കൊട്ടാരം ഭാഗവതറായിരുന്ന മേരുസ്വാമി, പാലക്കാട്ടുകാരനായ പരമേശ്വര ഭാഗവത, ഷഡ്കാല ഗോവിന്ദമാല, കൃഷ്ണമാല. സ്വാതി തിരുനാളിന്റെ തിരുവിതാംകൂർ എലിസബത്തിന്റെ ഇംഗ്ലണ്ട് പോലെ പാടുന്ന പൈങ്കിളികളുടെ കൂട്ടായ്മ എന്ന് അഭിപ്രായപ്പെട്ടത് A. ശശിധര മേനോൻ. KC കേശവപിള്ളയുടെ സംഗീതശാസ്ത്ര ഗ്രന്ഥമാണ് സംഗീതമാലിക. ആറ്റൂർ കൃഷ്ണപിഷാരിയുടെ സംഗീതശാസ്ത്ര ഗ്രന്ഥമാണ് സംഗീത ചന്ദ്രിക. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.